10 പേർക്ക് സമമാണ്. പറയൂ റോബർട്ട്. അവനെ സാധാരണക്കാരനായിട്ട് വിചാരിക്കണ്ട. നിങ്ങളെ കൊണ്ട് പറ്റില്ല. കാരണം അവൻ ആരാന്ന് എനിക്ക് മാത്രമേ അറിയൂ. അത് നീ അറിയാതിരിക്കട്ടെ. അത് ഞാൻ നോക്കിക്കോളാം. നീ ഒന്ന് മൂവ് ചെയ്യണ്ട. അവന്റെ മരണം എന്റെ കയ്യില. ആരുടെ മരണം ആരുടെ കയ്യിലാണെന്ന് നമുക്ക് പിന്നീട് തീരുമാനിക്കാൻ പറ്റൂ. എടാ, ഈ പണം വെച്ച് നീ എന്താ ചെയ്യാൻ പോന്ന്? ഹലോ ഹലോ സർ, ആ റിപ്പോർട്ട് എപ്പോൾ കിട്ടും സർ? സാറേ, അത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ 24 hours കഴിഞ്ഞിട്ട് റിപ്പോർട്ട് വരുമെന്ന്. റിപ്പോർട്ട് വന്നാൽ ഉടനെ ഞാൻ തന്നെ നിങ്ങളെ വിളിച്ചോളാം സാർ. ഓക്കെ സർ. ഈ കാശ് നിന്റെ ഓഫീസിനടുത്തുള്ള ബാങ്കിലാണ് വിഡ്രോ ചെയ്തിരിക്കുന്നത്. ആ സീരിയൽ നമ്പർ വെച്ചിട്ട് ആരാ വിഡ്രോ ചെയ്തെന്ന് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാനാ? നമ്മൾ ചോദിച്ചവര് ഉടനെ തരുമോ? നിന്റെ കൂടെ ജോലി ചെയ്യുന്ന മണിയില്ലേ, അവന്റെ അച്ഛൻ ആ ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തിനോട് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഡീറ്റെയിൽ തരും. അത് ശരിയാടാ, നമുക്ക് രാവിലെ വാങ്ങാം. അപ്പോ അവനാണോ അക്യൂസ്ഡ്? മേ ബി. ശ്വേതയ്ക്കൊന്നും ആവില്ലല്ലോ. ഒന്നും സംഭവിക്കില്ലടാ, നീ വിഷമിക്കല്ലേ. എന്നാ പിടിച്ചോ അഡ്രസ്. എൻ്റെ പേര് പുറത്താരോ രണ്ട് നോക്കണേ. പണം എടുത്തവൻ ഇപ്പൊ നിലവിലുള്ള പാർട്ടിക്കാരനാ ലോഗ്. അവനെതിരായിട്ടൊന്നും പ്രശ്നം ഉണ്ടാകല്ലേ. ശരി ശരി. ആ, എന്റെ മോന്റെ കൂടെ ജോലി ചെയ്യുന്നോണ്ടാ ഞാൻ ഈ അഡ്രസ് തന്നത്. മനസ്സിലായോ? ശരി അങ്കിൾ. എന്താടാ, പാർട്ടിക്കാരനാണെന്ന് പറയുന്നുണ്ടല്ലോ. ഇവിടെ പവറുള്ള ആൾക്കാരാടാ തെറ്റ് ചെയ്യുക. ഞാൻ പോയി അവനെ കണ്ടിട്ട് വരാം. നീ റൂമിൽ വിട്ടോ. ശരിയടാ. ഇത് നോക്ക്, മര്യാദക്ക് കയ്യൊപ്പം വെച്ചിട്ട് മിണ്ടാതെ പോയിക്കോ. മനസ്സിലായോ? അവൻ ഇത് പറഞ്ഞു, ഇവൻ അത് പറഞ്ഞു എന്നൊക്കെ പറയരുത്. ഞാൻ പറയുന്ന മാത്രം മനസ്സിലാക്കണം. ഞാൻ 25 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു സാർ. പെട്ടെന്ന് ഒഴിയാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും സാർ? എന്നാ തേണ്ടി കയ്യപ്പെട്ടിട്ട് പോടോ. ചേട്ടാ ഒന്ന് ആലോചിക്കണേ. മിണ്ടാതെ ഇടറാ. ഇന്നിപ്പോ അവര് വന്നു കഴിഞ്ഞാൽ നമ്മുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാളെ ഞങ്ങൾ ഉടനെ തിരിക്കാം. വിളിക്കാൻ പറ്റില്ല. അല്ല, അത് കുഴപ്പമില്ലല്ലോ. എന്താ പറഞ്ഞു നടക്കണ്ടേ? ഹലോ, ആരെയാ കാണണ്ടേ? 4 ഫ്രെയിം സ്റ്റുഡിയോയിൽ നിന്ന് വരികയാണ്. ചേട്ടനെ ഫോട്ടോ എടുക്കണം. അങ്ങനെയാണോ? ഏട്ടന്റെ കൂടെ നിൽക്കുമ്പോ എന്റെ മുഖം കൂടി കാണുന്ന പോലെ എല്ലാം നന്നായിട്ട് എടുത്തേക്കാം. അവൻ കയ്യൊപ്പം ഇട്ട് തന്നിട്ട് പോയി. ഇതിനപ്പുറം ആ സ്ഥലം നമ്മുടേതാ. നിനക്ക് കിട്ടേണ്ടത് ഞാൻ തന്നിരിക്കും. നീ ഇടയ്ക്ക് കയറരുത്. മനസ്സിലായോ? നീ എവിടെയാണെങ്കിലും നിനക്ക് എത്തേണ്ടത് അവിടെ എത്തിയിരിക്കും. വച്ചകിട്ട എന്താടാ അങ്ങനെ നോക്കുന്നത്? എന്നെ സ്കെച്ച് ഇടാനല്ല അവന്മാർക്ക് ഇനി 10 ലക്ഷം കൊടുത്തത്. നീ ആരാടാ? നിന്റെ മോന്തയ്ക്ക് 10 ലക്ഷം രൂപ? നീ എന്താ അത്ര വലിയ ക്ലാപ്പാണോ? എന്നെ നിനക്ക് ആരാന്ന് അറിയില്ലല്ലേ? ഓഹോ, നീ ഇതൊക്കെ സംസാരിച്ചിട്ട് ഇവിടെ നിന്ന് പുറത്തു പോകാൻ പറ്റുമോ? അവളെ എവിടെയാടാ വെച്ചത്? നീ അന്വേഷിക്കുന്ന സാധനം കിട്ടില്ല. 2 ദിവസം സമാധാനമായി ഇരുന്നിരുന്നെങ്കിൽ ആ സാധനം കിട്ടുമായിരുന്നു. നീ ആവശ്യമില്ലാത്ത കാര്യമാണ് ചെയ്യുന്നത്. തേണ്ടി നിന്നെ വിടില്ല ഞാൻ. അവിടെ നീ എന്തൊക്കെ ചെയ്യുന്നു അതെല്ലാം ഇവിടെയും സംഭവിക്കും. ഞങ്ങളെ നീ ശരിക്കും ശല്യപ്പെടുത്തുന്നുണ്ട്. പോകുന്നതാ നിനക്ക് നല്ലത്. നിനക്ക് ആവശ്യമുള്ളത് ഞങ്ങളുടെ ജോലി കഴിയുമ്പോൾ നിന്റെ അടുത്തെത്തും. കണ്ടില്ലേ,
ഇവിടുന്ന് മര്യാദയ്ക്ക് പോ, അല്ലെങ്കിൽ നീ ഇവിടെ തന്നെ തീരും. ഇവിടെ വന്ന പെണ്ണുങ്ങളിലെ നീ എനിക്ക് കൂടുതൽ ടോർച്ചറിങ് തന്നത്. 15 വർഷം കൂടെ തന്നെ ഉണ്ടായിരുന്നവരെ നീ കാരണം ഞാൻ നഷ്ടപ്പെടുത്തി. ഇതുവരെ ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട കാര്യം വെറുക്കാൻ തുടങ്ങി. ഞാൻ എത്ര പറഞ്ഞാലും നിനക്ക് സീരിയസ്നെസ് ഉണ്ടാവില്ല അല്ലേ? രാവിലെ എഴുന്നേക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ ഞാൻ നിന്നെ മാത്രം ആലോചിച്ചിരിക്കുന്നത്, ഞാൻ നിനക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നെന്ന് ഒരു ദിവസം നീ മനസ്സിലാക്കും സൂര്യ. എന്റെ ഫീലിങ്സ് എന്തായാലും നീ ഇപ്പം മനസ്സിലാക്കാൻ പോകുന്നില്ല. ഒരു ദിവസം നീ എന്നെ മിസ് ചെയ്യും, അപ്പം മനസ്സിലാവും നിനക്ക്. ടോട്ടൽ 78 കോൾസ് വന്നിട്ടുണ്ട് അവന്റെ നമ്പറിലേക്ക്. ആ 78 നമ്പറിലേക്കും കോൾ ചെയ്. എല്ലാ കോൾസും വോയിസ് റെക്കോർഡ് ചെയ്യണം. ആ ഓക്കേടാ. അവന്റെ വോയിസ് മാച്ച് ആവുന്നുണ്ടോ നോക്ക്. ഹലോ ഹലോ സർ, ഞങ്ങൾ ബാങ്കിൽ നിന്ന് വിളിക്കുകയാണ്. അങ്ങേക്ക് എന്തെങ്കിലും ലോൺ ആവശ്യമുണ്ടോ? കാലത്ത് ഫോൺ ചെയ്യ്, ഫോൺ വെക്കേ. ശരി സർ. സർ, ക്രെഡിറ്റ് കാർഡ് വിഷയമായിട്ട് ബാങ്കിലിരുന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് സമയവും സന്ദർഭവും ഒന്നുമില്ലടാ. ഫോൺ കിട്ടിയടാ. സാർ, നിങ്ങൾക്ക് ലോൺ ഓഫർ വാങ്ങിച്ചോളേ, കട്ടിയില്ല. ഫോൺ വെക്കടോ. ഓക്കെ, താങ്ക് യു സർ. ഹലോ ക്രെഡിറ്റ് കാർഡ് വിഷയമായിട്ട് വിളിക്കുന്നു സാർ. അല്ല സാർ, ഇനിയും ഞങ്ങൾ പറയാൻ പറ്റില്ല. അതെ സാർ, ഇതാണോ സർ? ക്രെഡിറ്റ് കാർഡ് ഓഫർ ഉണ്ട് സർ. ആക്ച്വലി 24 hour സർവീസ് ആണ് സർ. ഓഫർ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഉടനെ വിളിക്കാം സർ. ആ ഓക്കെ, താങ്ക് യു. അവിടെ നീ എന്തൊക്കെ ചെയ്യുന്നു അതെല്ലാം ഇവിടെ സംഭവിക്കും. എടാ, ഇതുവരെ സംസാരിച്ച ഏത് വോയിസും മാച്ച് ആവുന്നില്ലടാ. ഇവനേതാ? നീ ആരാ? ആരെ കാണണ്ടേ? അല്ല, നീ ജീവൻ അന്വേഷിച്ച് ബാങ്കിൽ നിന്ന് വന്നതാണോ? അതെ. പിന്നെന്തിനാ എന്റെ വീട്ടിൽ വന്നത്? ജീവന്റെ കൂടെയുള്ള ആൾക്കാർ നിങ്ങൾക്ക് അറിയോ? പറ്റിയ എനിക്കൊന്ന് കാണിച്ചു തരുമോ? അവരെന്തിനാ കാണിച്ചു തരുന്നേ? സൂക്ഷിച്ച മോനെ, അവർക്ക് വെറും മോശം പിള്ളേരാ. ആവശ്യമില്ലാത്ത ആപത്തിലൊന്നും പോയി ചാടണ്ട. അത് ഞാൻ നോക്കിക്കോളാം. അവരെവിടെയുള്ളത് മാത്രം നീ കാണിക്കേ. ആവശ്യത്തിലേറെ പ്രശ്നങ്ങൾ ഇപ്പൊ തന്നെയുണ്ട്. അതിൻ്റെ കൂടെ ഇതും എടുത്തു വെക്കണോ? കുറച്ച് കാശ് തന്നു. കാശിന്റെ ആവശ്യം എനിക്കും ഉണ്ട്.
എന്നെ കുടുക്കിക്കൊണ്ടൊന്നും ചാടിച്ചക്കല്ലേ. നിനക്ക് ഒരു പ്രശ്നം വരാതെ ഞാൻ നോക്കിക്കോളാം. അവന്മാർ എവിടെ ഉണ്ടോ മാത്രം കാണിക്ക്, അത് മതി. എടാ സതീഷേ, എന്താട്ടാ? നീ ഇയാളോട് പോയിട്ടെ ആ. ജീവിയുടെ കൂട്ടുകാരൻ ഒരു മണിയെ നിനക്കറിയാമോ? അതെ. അവനെ ഇയാൾക്ക് കാണിച്ചു കൊടുത്തിട്ട് നീ പെട്ടെന്ന് ഇങ്ങ് തിരിച്ചു വാ. ശരിയേട്ടാ. ചെലേ. അളിയ, നമ്മുടെ പയ്യന്മാർ 2 പേര് മരിച്ചു. അമ്മമാരെ അതിനെ കണ്ടുമുട്ടി. അവന് വെറുതെ വിടാൻ പാടില്ലടാ. ഇതൊക്കെ എന്റെ അടുത്ത് വിട്ടേക്ക്. തീർക്കണോടാ. അവൻ ഒരുത്തം കാരണം 2 ചെക്കന്മാര് മരിച്ചു പോയത്. വെറുതെ വിടാൻ പറ്റുമോ? പക്ഷെ അവൻ നമ്മളെ കണ്ണിൽ കിട്ടുന്നില്ലല്ലോ. കണ്ണ് കിട്ടിയാ തീർത്തേക്കണം അവനെ. എവിടെയും വിടാൻ പാടില്ലടാ. ഏട്ടാ റൈറ്റ് ഏട്ടാ. ഏട്ടാ എവിടെയാണ്? നീ പോയിക്കോ, ഞാൻ നോക്കിക്കോളാം. ആ ശരി. താമസിച്ചേ, നീ എങ്ങോട്ടാ പോന്നേ? പോ.
അവൻ എവിടെയുള്ളതും പറ. നീ എനിക്ക് ആവശ്യമില്ല. നീ എന്നെ ഉറപ്പായിട്ടും തീർത്തോളയോ. എൻ്റെ കുടുംബത്തിനെ അവനെ രക്ഷിച്ചത്. അവന് വിശ്വാസമായിരുന്നിട്ട് ഞാൻ മരിക്കാം. എടാ ഫോൺ അടിക്കുന്നടാ, എടുത്ത് സംസാരിക്കേ. ചേട്ടാ ഇപ്പൊ ജോലിയുണ്ട്, ഞാൻ പിന്നെ സംസാരിച്ചോളാം. ആ ഇപ്പൊ ജോലിയുണ്ട്, അതുകൊണ്ട് ഫോൺ എടുക്കണില്ല. സ്മൈൽ ചെയ്യുമോനെ. അത് കഴിഞ്ഞ് അവള് സംസാരിക്കണില്ലെന്നും പറഞ്ഞ് തനച്ചിരുന്ന് കരയും. എടാ മോനെ, ഈ ലവ് ചെയ്യുന്ന ആൾക്കാരെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ നോക്ക്. എടാ എന്താ ഇത്? എല്ലാ ഫോട്ടോസും ഔട്ട് ഓഫ് ഫോക്കസ് ആണല്ലോ. ഏച്ചേ അത് ഡെമോൻ വന്ന ക്യാമറ, നിന്നെ വെച്ച് ചെക്ക് ചെയ്തതാ. ഡെമോയ്ക്കോ?